ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡെലിവറി ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2 കൊല്ലം മുന്നേ ഡെലിവറി ബാഗിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാട്ടിലത്തെ അത്ര ഐറ്റംസ് ഒന്നും നമുക്ക് ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ നമുക്ക് അവർ ലിസ്റ്റ് തരും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ റെഡിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ബേബിക്കുള്ള ഐറ്റംസ് നോക്കാം. അപ്പോൾ ഇത് 2 ബ്ലാങ്കറ്റാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ കുറേ കഷ്ണ തുണികൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ നമ്മൾ ഫുൾ പമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ തുണികൾ യൂസ് ചെയ്യണവരും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിവിടെ അലക്കാനും തോരിടാനൊന്നും അത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ പമ്പേഴ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ റിസീവിങ് ബ്ലാങ്കറ്റാണ് കേട്ടോ. ബേബിനെ നമുക്ക് തരുമ്പോൾ നമുക്ക് പൊതിയാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു റിസീവിങ് ബ്ലാങ്കറ്റാണ്. ഇതിൽ ഇതുപോലെ അങ്ങനെ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്ലാങ്കറ്റിൽ. അപ്പോൾ ഇതിങ്ങനെ 2 എണ്ണം സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേബിക്ക് നമ്മൾ അവർ ഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റിസീവ് ബ്ലാങ്കറ്റും ഡ്രസ്സും ക്യാപ്പ് മിറ്റൻസ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ അവർ നമുക്ക് ഡ്രസ്സ് ചെയ്ത് തരില്ലേ ചെയ്യുക. ഇവിടെ നമ്മൾ ഇത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഡെലിവറി കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതോടെ ഞാൻ പറയാം എന്തൊക്കെയാണ് ആവശ്യം വന്നത് എന്നുള്ളത്. പിന്നെ റിസീവിങ് ബ്ലാങ്കറ്റ് അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ നമ്മളിത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത്. പിന്നെ എല്ലാ ഡ്രസ്സും നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടാണ് കേട്ടോ അതിൽ മടക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ബേബിക്ക് വേണ്ട ഡ്രസ്സുകളാണ് കേട്ടോ. ക്യാപ്പ് മിറ്റൻസ് അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബേബിക്ക് വേണ്ട തോർത്താണ്. അപ്പോൾ ഇത് ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. ലുലുവിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഉമ്മയൊക്കെ വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ അത്. പിന്നെ ഡ്രസ്സ് ഇവിടെ വേണ്ടത് ഇതുപോലെ ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ. അതവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് അധികം ഇട്ട് കൊടുക്കാറില്ല. രാത്രിയൊക്കെയാണ് ഇതിക്കൊക്കെ രാത്രി കിടക്കുമ്പോഴൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ ചൂടായതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനെല്ലാതും ജസ്റ്റ് ഇങ്ങനെ നിവർത്തി കാണിച്ചു തരാം. ഇതൊക്കെ ബേബി ഷോപ്പിൽ നിന്ന് തന്നെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സിബായിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് പിന്നെ ഞാൻ ബട്ടൺ ഉള്ളതായിട്ട് എടുത്തത്. എല്ലാതും സിബുള്ളത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ചിലത് ബട്ടൺ ഉള്ളതും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് പമ്പേഴ്സ്, ബേബിക്കുള്ള വൈപ്സ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ ബേബിക്കുള്ള ക്രീം ഐറ്റംസൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോയിൽ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഒരു ക്രീമിൻ്റെ ആവശ്യം വന്നിട്ടില്ല, വൈപ്സിൻ്റെയും പമ്പേഴ്സിൻ്റെയും മാത്രമേ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേബിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇനി മദറിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാനിത് ഇതുപോലത്തെ ഒരു ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നാട്ടിലത്തെ അത്ര ഐറ്റംസ് ഇവിടെ വേണ്ട. ഇത് നൈറ്റീസാണ് കേട്ടോ. പിന്നെ ഷാള്, പിന്നെ പാൻറ്റീസ്, ഫീഡിങ് ബ്ര, തോർത്ത്, ഇതൊക്കെയാണ് കേട്ടത്. പിന്നെ അണ്ടർ സ്കേർട്ടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് നാട്ടിലൊക്കെ അണ്ടർ സ്കേർട്ട് വേണമെന്ന് പറയലുണ്ടല്ലോ. ഇവിടെ അണ്ടർ സ്കേർട്ട്, പാൻറ്റ് അതൊന്നും വേണ്ട കേട്ടോ. ലേബർ റൂമിലുള്ള കയറുമ്പോൾ പിന്നെ അവർ അവരുടെ നൈറ്റി തരും. പിന്നെ നമ്മൾ റൂമിലേക്ക് മാറുമ്പോഴാണ് നമ്മളെ ഡ്രസ്സൊക്കെ മാറുക. അപ്പോൾ ഇത്രയൊക്കെയാണിത്. പിന്നെ ഇത് ബേബിൻ്റെ ക്രീമാണ്, ബോഡി ലോഷനും ജെൻറ്റിൽ വാഷൊക്കെ. ഇതൊക്കെ അവർ ആ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെയൊന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഫാദറിൻ്റെയും മദറിൻ്റെയും എമിറേറ്റ്സ് ID, വിസ, ഇതിൻ്റെയൊക്കെ കോപ്പിയാണ്. ഇതൊക്കെ നമ്മൾ അവിടെ ലേബർ റൂം കയറുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ സാനിറ്ററി പാഡ്, പിന്നെ ഇത് ഇതിൻ്റെ ഡയപ്പറും ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടൊരു പുതിയ ഡ്രസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അര കെട്ടുന്ന തുണിയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ശരിക്കില്ല മീൻസ് അവർ നമുക്ക് അര കെട്ടിത്തരുമൊന്നുമില്ല കേട്ടോ. നാട്ടിലൊക്കെ നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഇങ്ങനെ അര കെട്ടിത്തരുമൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഷാമ്പു, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടത്. പേഴ്സണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സംസം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സോക്സാണ് കേട്ടോ അടുത്തത്. സോക്സ് എന്തായാലും മസ്റ്റാണ്. നമുക്ക് ലേബർ റൂമിലുള്ള കയറുന്ന സമയത്ത് കാലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അത് ഞാൻ ആദ്യത്തെ ഡെലിവറിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാല് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. പിന്നെ ബേബി നെസ്റ്റ്, ബേബി ബെഡ്, ബേബി നെസ്റ്റ് മീൻസ് ബേബി ക്യാരി ബാഗ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബി ബെഡിൻ്റെ ആവശ്യം ഹോസ്പിറ്റലിലേക്കില്ല, പക്ഷെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ലേബർ റൂമത്തെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.